നട്ടുച്ച വെയിലിനൊക്കെ എന്താ ചൂട്. നമ്മുടെ കുന്നംകുളമല്ലേ, മൂന്നാറോ നെല്ലിയാമ്പതിയോ ഒന്നുമല്ലല്ലോ. അങ്ങനെയുള്ള ഒരു സ്ഥലത്ത് കുന്നംകുളം സീനിയർ ഗ്രൗണ്ടിൽ നട്ടുച്ചയ്ക്ക് എന്താണ് വെയിൽ, എന്താണ് ചൂട്. അവിടെയാണ് മേളം, നാദസ്വരം, പഞ്ചവാദ്യം. കുട്ടികളല്ലേ, അവർക്ക് ക്ഷീണം കാണില്ലേ, വിയർക്കില്ലേ, വെയിലല്ലേ, ശ്രദ്ധിക്കണ്ടേ അമ്പാനെ. 15-ാം നമ്പർ വേദി കുന്നംകുളം സീനിയർ ഗ്രൗണ്ടാണ് വിവാദങ്ങളുടെ വയ്യാവേലിയായത്. തായമ്പക, ചെണ്ടമേളം, പഞ്ചവാദ്യം, നാദസ്വരം എന്നീ മത്സരങ്ങളായിരുന്നു ഇവിടെ നടന്നത്. രാവിലെ 9 മണിക്ക് ആരംഭിക്കേണ്ട മത്സരങ്ങൾ 10 മണിയോടെയാണ് ആരംഭിച്ചത്. മത്സരാർത്ഥികളെ പൊരിവെയിലത്ത് നിർത്തിയുള്ള മത്സരങ്ങൾ എതിർപ്പിനിടയാക്കി. എതിർപ്പ് ശക്തമായതോടെ സീനിയർ ഗ്രൗണ്ടിലെ കവാടത്തിലേക്ക് മത്സരം മാറ്റി. കുട്ടികൾ അവിടെ ഒരു ഷെഡിൻ്റെ ഉള്ളിൽ കൊട്ടണു, ജഡ്ജിമാരിയ്ക്കുന്നു. ബാക്കി എല്ലാവർക്കും വെയിലത്ത് നിൽക്കാൻ പോലും സ്ഥലമില്ല, ഇരിക്കാൻ കസാരയില്ല. എന്നിട്ട് ഞങ്ങൾ പ്രതികരിച്ചിട്ടാണ് എന്നിട്ട് ഇവിടേക്ക് ആക്കിയത്. ഇവിടെ ഇരിക്കുന്നത് ഇവിടെ കിടക്കണ ഒരു ഷെഡ് എടുത്തിട്ട് ഇങ്ങോട്ട് നീക്കിയിട്ടു. അപ്പോൾ ഈ തായമ്പക മത്സരം കഴിയണവരെ ഇവിടെ കസാര ഉണ്ടായിരുന്നില്ല. ഇപ്പോഴാണൊന്ന് കസാരെങ്കിലും വന്നത്. അപ്പോൾ ഞങ്ങൾ കലോത്സവത്തിന്റെ ബാനർ പോലും ഇല്ല. ആ സ്റ്റേജിൽ കലോത്സവത്തിന് നിങ്ങൾക്ക് തന്നെ കാണാൻ പറ്റും. ആ സ്റ്റേജിൽ കലോത്സവത്തിന് ഒരു ബാനർ പോലില്ല. സാധാരണ ഏതാണ്ട് ഒരു തട്ടുകട തെറ്റപ്പെട്ട പോലെയാണ് കാണുന്നത് നമുക്ക്. അപ്പോൾ അവർക്കിപ്പോൾ തളർച്ച ക്ഷീണം വന്നിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അതിന് വേണ്ടിയിട്ടുള്ള ഒരു സംവിധാനം ഇവിടെ കാണാനില്ല. വേദി രാവിലെ ഇപ്പോൾ പറഞ്ഞ മാതിരി തന്നെ തായമ്പ കൂട്ടിന്നിട്ട് വെയിൽ മൂന്നിട്ട് ഞങ്ങളിവിടെ വന്നിട്ട് തർക്കിച്ചതിൻ്റെ വെയിൽ മാറ്റിയതാ. എന്നാൽ മത്സരം കാണണമെങ്കിൽ വെയിലേറ്റ് വിയർത്തു കുളിക്കണം. ആകെ 10 കസേരകളാണ് ഉണ്ടായിരുന്നത്. 3 എണ്ണം വിധികർത്താക്കൾ എടുത്തു. മത്സരം ആസ്വദിക്കാനാകാതെ കാണികൾ തണലത്ത് വിശ്രമിച്ചു. ചിലർ ചുട്ടുപൊള്ളുന്ന വെയിൽ വകവയ്ക്കാതെ മത്സരം ഫോണിൽ പകർത്തി. വെയിൽ നീങ്ങി വരുന്നതിനനുസരിച്ച് വിധികർത്താക്കളുടെ ഇരിപ്പിടങ്ങളുടെ സ്ഥാനവും മാറിക്കൊണ്ടിരുന്നു. ഒടുവിൽ ഹൈസ്കൂൾ വിഭാഗം മത്സരങ്ങൾ അവസാനിച്ചതോടെ വേദി സീനിയർ ഗ്രൗണ്ടിലെ തണൽ മരത്തിന് ചുവട്ടിലേക്ക് മാറ്റി. കാണികളുടെ പരാതിയെ തുടർന്നാണ് വേദി മാറ്റിയതെന്ന് വേദിയുടെ ചുമതലയുണ്ടായിരുന്ന ഇരിങ്ങാലക്കുട AEO MC നിഷ പറഞ്ഞു. തായമ്പക കഴിഞ്ഞ് പഞ്ചവാദ്യ മത്സരം ആരംഭിക്കുമ്പോഴേക്കും കൂടുതൽ കസേരകളും എത്തിച്ചു. ഇതോടെ വേദി കാണികളെ കൊണ്ട് നിറഞ്ഞു.